ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് 2024 അവസാന ശനിയാഴ്ചയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയതിനെ ഓർത്തിട്ട്. ഹല്ലേലൂയ. ദൈവം കൊണ്ടുവന്നതാണ്, നമ്മൾ എത്തിയതല്ല, ദൈവം നമ്മളെ എത്തിച്ചതാണ്. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവരും ഒന്ന് ദൈവത്തിന് നന്ദി പറയാതിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്ദി 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 സ്തോത്രം അപ്പാ. സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 സ്തുതിക്കുന്നു അപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്ക് 2024 ദൈവം നമുക്ക് പ്രോമിസ് വേർഡ് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമുക്കൊരു പ്രോമിസ് ദൈവം തന്നിരുന്നു 2024 കുറിച്ച്. എന്തായിരുന്നു? ഇയർ ഓഫ് ഹാർവസ്റ്റ്. ഹല്ലേലൂയ. എത്ര പേര് കൊയ്തു? ഹല്ലേലൂയ. വിശ്വസിക്കുന്നു നമുക്ക് ദൈവം വെറുതെ ഒരു വാക്ക് പറയത്തില്ല. ദൈവം നമുക്കൊരു കൊയ്ത്തുണ്ടെന്ന് പറഞ്ഞാൽ കൊയ്ത്തുണ്ട്. ഹാലിയ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇരുന്നെങ്കിൽ ദൈവത്തോട് കർത്താവേ, നീയല്ലേ പറഞ്ഞു ഇയർ ഓഫ് ഹാർവസ്റ്റ്, ആത്മീയമായ ഭൗതികമായ സകല മേഖലയും കൊയ്യുമെന്ന് പറഞ്ഞിട്ട് ആമേ ഹാലിയ, ഞാൻ ആത്മീയത്തെ ഒന്നും കൊയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഹാലിയ. ലാസ്റ്റ് 3 ദിവസം എന്നെ ഹാലിയ ആമേൻ സവച്ചൻ പാസ്റ്റർ ചർച്ച നടന്ന എക്സോസിയ എന്താ പറയാ 2024 കോൺഫറൻസിൽ കൊണ്ട് ദൈവം ആത്മീയമായി കൊയ്യാനായിട്ട് ദൈവം സഹായിച്ചു. ഹാലൂയ. ആത്മീയമായിട്ട് നിറച്ച് വിട്ടു. ഹാലൂയ. അപ്പം അതുകൊണ്ട് ദൈവം വെറുതെ ഒരു വാക്ക് പറയത്തില്ല. അതുകൊണ്ട് 2025 ദൈവം എനിക്കൊരു വേർഡ് തന്നിട്ടുണ്ട്. ഹാലൂയ. നമുക്ക് വേണ്ടിയിട്ട് തന്ന പ്രോമിസ് ആണ് ഇത്, ഇയർ ഓഫ് ഇൻക്രീസ്. ഇൻക്രീസ്. പഴയ നിയമത്തിൽ ഇൻക്രീസ് എന്നുള്ള വാക്കിന് പകരം കൊടുത്തിരിക്കുന്ന എല്ലായിടത്തും ഹാലേലിയ മൾട്ടിപ്ലൈ എന്നാണ്. ഹാലേലൂയ. നിങ്ങൾ ആദ്യമായി ദൈവം ഹാലേലിയ മനുഷ്യനോട് സംസാരിച്ച വകെ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരെ വർദ്ധിച്ച് പെരുകും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ വർഷം 2025 നിങ്ങൾ എവിടെയൊക്കെയാണോ ഇൻക്രീസ് ഇടുങ്ങിയിരിക്കുന്ന ഇപ്പൊ വിശാലമാകാതെ ആ മേഖലയിലൊക്കെ ഇൻക്രീസ് ആകും. ഹാലൂയ. എനിക്ക് 1999 ദൈവം ഇങ്ങനെ വീട് തരാം. 2020 നോക്കി ദൈവം എന്നോട് പറഞ്ഞ് ഇയർ ഓഫ് ഗ്രേസ്. ഹാലൂയ. നീ ദൈവത്തിന്റെ കൃപയിലായിരിക്കും 20 ജീവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഹാലൂയ. 20 അപ്പൊ ഞാനും കർത്താവിനോട് കൊണ്ട് എന്റെ മോക്കറിയാം. കർത്താവിന് ചോദിച്ചു, കർത്താവ് എല്ലാവരും ഇയർ ഓഫ് ഷൈനിങ്, ഇയർ ഓഫ് എന്താ പറയാ എന്താ പറയാ എക്സ്പാൻഷൻ, അങ്ങനെ ഒത്തിരി ഭയങ്കര എല്ലാവരും ഭയങ്കര പ്രോസ്പെരിറ്റിയെ കുറിച്ച് 2020 കുറിച്ച് എല്ലാവരുടെയും എല്ലാവരും അങ്ങനെയായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ കർത്താവ് നീ പറയുന്ന കൃപയിലേ ജീവിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു. പറഞ്ഞ സത്യം പറഞ്ഞ 2020 കോഡ് വന്ന് അടഞ്ഞ് എല്ലാവരും ദൈവത്തിന്റെ കൃപയിലാണ് ജീവിച്ചത്. അപ്പൊ ദൈവത്തിന് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് തെറ്റത്തില്ല എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഓരോ വർഷം ദൈവം തരുന്ന വാക്കിനെ നമ്മൾ ഏറ്റെടുത്തിട്ട് ചിലപ്പോൾ ആത്മമണ്ഡലത്തിൽ നമുക്ക് വേണ്ടുന്ന, ഞാൻ പറയാം പലരും ഇവിടെ ഇരിക്കുന്ന ചിന്തിക്കുന്നുണ്ട് എനിക്ക് കൊയ്ത്തൊന്നും നടന്നു. പക്ഷെ ഞാൻ പറയാം ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ ചില മേഖലകൾ ദൈവം ഓൾറെഡി കൊയ്ത്ത് ഒരുക്കി വിളഞ്ഞു കിടക്കായിരിക്കും. പക്ഷെ കൊയ്ത് നമ്മൾ ഫിസിക്കൽ മേഖലയിലേക്ക് കൊണ്ടുവെക്കുന്നത് 2025 ഹാലിൽ. അപ്പൊ ദൈവം വെറുതെ ഒരു വാക്ക് വരും. അപ്പൊ ഈ വാക്കിനെ നിങ്ങൾ ഇന്ന് തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇൻക്രീസ്. ഹാലലിയ. ഇയർ ഓഫ് ഇൻക്രീസ്. ഹാലലിയ. ആ ഇൻക്രീസ് ഒരു പ്രോസ്പെരിറ്റി പ്രീച്ചിങ് ആണോന്ന് വെച്ചാൽ പ്രോസ്പെരിറ്റി പ്രീച്ചിങ് അല്ല. ഹാലലിയ. പക്ഷെ നമ്മുടെ ദൈവം പ്രോസ്പെറസിന്റെ ദൈവം തന്നെയാണ് അല്ലേ? ദൈവം ആരെങ്കിലും ഹാലലിയ ചെന്നവരെ ശൂന്യമായ കരത്തോട് അയച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന എല്ലാവരും ദൈവം നിറച്ച വിട്ടേക്കുന്ന. അവർക്ക് എന്താണോ വേണ്ടുന്നത്, എന്താ പറയാ, ഞാനാകുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നെ വേണ്ടുന്നത്, ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട, അങ്ങനെ ഞാൻ വെളിപ്പെടാൻ ദൈവം പറഞ്ഞു. നമ്മുടെ ദൈവം ഹാലൂയ. കഴിഞ്ഞ ദിവസങ്ങളെ ദൈവദാസൻ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറയണ്ടേ, നമ്മുടെ വായിലെ വാക്കുകൾ. ഞാൻ തമച്ചൻ പാസ്റ്റർ എഴുതിയ ഒരു വാക്കുകളുടെ ശക്തി എന്ന് പറയുന്ന പുസ്തകം വാങ്ങിച്ചു. പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകം 2 ദിവസം ഒരു പ്രാർത്ഥന, 2 പുസ്തകം എഴുതിയിരുന്നത് 2 വായിച്ചു. നിങ്ങളിത് വായിച്ചു കഴിഞ്ഞിട്ട് ഇത് വേറൊരാൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് ലൈവ് എടുത്ത് വെച്ചേക്കരുത്. അല്ലേ? അപ്പം ഓരോരുത്തരും വായിച്ച് അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും വേണ്ടുന്ന ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് തരുന്നതായിരിക്കും അല്ലെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വായിലെ വാക്കുകളുടെ അതോറിറ്റിയെ കുറിച്ച് പറയണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലയിൽ ആദ്യത്തെ ദിവസം സെക്ഷന് വന്ന ദൈവദാസം വരെ എല്ലാം മാറി മാറി പ്രസംഗിച്ച വിതയും കൊയ്ത്തും എന്ന് വെച്ചാൽ നമ്മൾ വിതയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിതയ്ക്കുന്ന കാശിനെ കുറിച്ചല്ല അവർ പറഞ്ഞത്. എന്ത് വിതച്ചു? പക്ഷെ നമ്മുടെ വായിലുള്ള വാക്കുകൾ നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ അല്ലെ, ആ വാക്കുകളിലാണ് പവർ. എനിക്ക് അതിൽ ഏറ്റവും എനിക്ക് എന്നെ ടച്ച് ചെയ്തൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലയില്ലേ നമ്മുടെ വിജയൻ പാസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു, നമ്മുടെ യാക്കോബിനെ കുറിച്ച് ദൈവത്തിന്റെ വാക്തത്വം യാക്കോബ് വയറ്റി കിടക്കുമ്പോഴേ പറഞ്ഞായിരുന്നു.
അവൻ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. ഹല്ലേലൂയ. അവൻ ഇളയവൻ കുതികാലെ പിടി മുഴുവൻ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. ഹല്ലേ. കുതികാലെ പിടിച്ചുകൊണ്ട് പുറത്തു വന്ന യാക്കോബും മൂത്തവൻ ഇളയവനെ സേവിക്കുക. പക്ഷെ യാക്കോബിന്റെ വായിൽ നിന്ന് വാക്ക് പുറത്തു വന്നപ്പോൾ യാക്കോബിനെ 20 വർഷക്കാലം അടിമയാക്കി മാറ്റി. എങ്ങനെയാ? നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ ഏശാവാകുന്നു എന്ന് പറഞ്ഞു. ഏശാവിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം സേവിക്കാൻ ഉള്ള വാഗ്ദത്തം. സേവിക്കപ്പെടേണ്ടവൻ സേവിക്കപ്പെടുന്നവനായി മാറിയത് ഒരൊറ്റ വാക്കില. അപ്പൻ ചോദിച്ചു, മകനെ നീ ആരാ? ഞാൻ ഏശാവാകുന്നു അപ്പ എന്ന് പറഞ്ഞ് അനുഗ്രഹം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഏശാവാകുന്നു പറഞ്ഞ മൊമെന്റിൽ ഏശാവിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം എന്താ? സേവിക്കുക എന്ന വാഗ്ദത്തം കിടക്കുന്നു. ഹല്ലേലൂയ. അപ്പം യാക്കോബിന്റെ മേലെ വാഗ്ദത്തം സേവിക്കപ്പെടുക എന്ന വാഗ്ദത്തമാണ്. ഒറ്റ വാക്കിൽ 20 വർഷക്കാലം കുടുങ്ങിപ്പോയ മനുഷ്യനാണ് യാക്കോബ്. അത് തിരിച്ച് വീണ്ടും ഹല്ലേലൂയ യാബോക്കിന്റെ കടലിൽ വന്ന് ആ ദൂതനുമായിട്ടുള്ള ഹല്ലേലൂയ ആമെ മൽപ്പെടുത്തുമെന്ന് നമ്മൾ പറയുമ്പോൾ പറയാം ദൈവ സാന്നിധ്യത്തില് ആമെ ആ സമയത്ത് വീണ്ടും ചോദിക്കുന്നു, നീ ആരാകുന്നു? അപ്പൊ ഞാൻ യാക്കോബാകുന്നു. നേരെ തിരിഞ്ഞു വന്ന് ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു, നീ ഇനി മുതൽ യാക്കോബല്ല ഇസ്രായേലാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ വായിന്ന് അറിയാണ്ട് വരുന്ന വാക്കുകൾ, നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞു വിട്ട വാക്കുകൾ, സാറാമസിസ്റ്റ് ഏറ്റെടുത്തോണം കേട്ടോ. ഹല്ലേലൂയ. ആമീൻ. പലപ്പോഴും പറഞ്ഞു വിടുന്ന വാക്കുകൾ. ഹല്ലേലൂയ. ആമീൻ. പല പേരിൽ കിടക്കുന്ന, നമുക്ക് തന്ന ദൈവം തന്നൊരു പേരുണ്ടാവും, അല്ലെ നമുക്ക് ദൈവം തന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. ഇതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ പലപ്പോഴും ഭയങ്കര നമ്മുടെ വായ കൊണ്ട് തന്നെ പറയാം, കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമാണ്, ഹല്ലേലൂയ, ഞാൻ നന്നാകത്തില്ല, ഹല്ലേലൂയ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്ന വാക്കുകൾ അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കേഴ്സായി മാറുന്നത് കേൾക്കുകയുണ്ടായി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വീണ്ടും നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചൊരു വചനഭാഗം തന്നെ. ഇന്നലെ രാവിലെ എനിക്ക് ദൈവം തന്ന വചനം, ഇന്നലെ ഞാൻ വായിച്ചപ്പോൾ ദൈവാത്മ എനിക്ക് തന്ന വചനഭാവമാണ് യെശയ്യാ പ്രവാചകന്റെ 6-ാം അധ്യായം. അപ്പൊ ഞാൻ രാത്രി എന്നിട്ട് വീണ്ടും കർത്താവ് ഇന്നത്തേക്ക് എന്ത് മെസ്സേജ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഈ വചനഭാഗം തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പയ്യെ ബൈബിളൊക്കെ അടച്ചു വെച്ചിട്ട് ഹല്ലേലൂയായിരുന്നു. ഹല്ലേലൂയ. ഇന്നലെ രാവിലെ എനിക്ക് തന്ന ദൈവം അതിന്റെ അത് ഇന്നലെ അവിടെ പ്രസംഗിക്കപ്പെടുമെന്ന് പറഞ്ഞു. അത് ആ വചനം അവിടെ പ്രസംഗിക്കപ്പെട്ട് ഭയങ്കര അനുഗ്രഹമായി. പക്ഷെ അതെന്നാലും എനിക്ക് ആ ഭാഗം തന്നെ പറയാനാണ് എന്റെ ഹൃദയത്തെ ദൈവം പ്രേരിപ്പിക്കുന്നത്. കൊണ്ട് യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായം 1 തുടങ്ങിയിട്ടൊന്ന് വായിക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ആമേൻ. സ്തോത്രം. അടിയനെ അയക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ വാക്ക് പുറത്തു വിട്ടെ. ഹല്ലേലൂയ. ദൈവം ആരെ അയക്കേണ്ടു? ദൈവത്തിന് ഓരോ സ്ഥലത്തേക്ക് അയക്കാനായിട്ട് ആൾക്കാരെ വേണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഒരു സമർപ്പണം അവിടെ ഉണ്ടാണ്. ഇപ്പൊ ഇത് കേട്ടപ്പോൾ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ എനിക്ക് പെട്ടെന്ന് ദൈവാത്മ ഇടപെട്ടുണ്ട്. ഞാൻ ആ ഭാഗം പറഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഹല്ലേലൂയ. അപ്പൊ ഇന്നലെ രാവിലെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കാൻ ദൈവം എന്നോട് പറഞ്ഞു, ഒരു മീനിങ് അല്ല, ഒരു വാക്ക് എനിക്ക് തന്നു, ബേണിംഗ് ഫയർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാറാഫിന്റെ മീനിങ് അറിയാതെ എത്ര പേരുണ്ട് അതിനകത്ത്? സാറാഫിന്റെ മീനിങ് അങ്ങനെയാണ്, ബേണിംഗ് ഫയർ എന്നാണ്. കാരണം വെച്ചാൽ സാറാഫുകൾ എപ്പോഴും, ഇന്നലെ ദൈവദാസം പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാകട്ടെ, പക്ഷെ എനിക്ക് ദൈവം ഇത് വായിച്ചപ്പോൾ പറഞ്ഞു ബേണിംഗ് ഫയർ. ഈ ഒരു ബേണിംഗ് ഫയർ ഇന്നത്തെ മീറ്റിങ്ങിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് വായിച്ചോണ്ടെങ്കിൽ വിചാരിച്ച് ദൈവം എന്താണെന്ന്. പക്ഷേ ഇന്നലെ ദൈവദാസം ഭാഗം ലാസ്റ്റ് ആയപ്പോഴേ വന്നത് ഈ ഭാഗത്തേക്ക്. അന്നേരം ദേവദാസം വന്ന് ബേണിംഗ് ഫയർ ദൈവം പറഞ്ഞു, ദേവദാസം വന്ന് ശുശ്രൂഷ പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഫയർ ആണെന്ന് പറഞ്ഞു.
അല്ലെ, ഞാനപ്പോ ഒന്ന് ഞെട്ടി, ദൈവമേ ഫയറോ. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ ഈ അധ്യായം ഇത് വായിക്കാപ്പൊ ഒരു സങ്കീർത്തന വായിച്ചത് സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പോയപ്പോഴത്തേക്ക് ലാസ്റ്റ് ഇതിലേക്ക് വന്നപ്പോഴത്തേനാണ് പറഞ്ഞത് സാറാഫുകൾ എപ്പോഴും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന പ്രത്യേകതര ഏഞ്ചൽസ് ആണ്, സാധാരണ ഏഞ്ചൽസ് അല്ല, പ്രത്യേക ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവര് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് 6 ചിറക് കൊണ്ട് അവരിങ്ങനെ പറന്നുകൊണ്ട് പരിശുദ്ധൻ, അവരെപ്പോഴും പറയുന്ന വാക്കെന്താ? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഇതിന്റെ എന്റെ മീനിങ് ആണ് ബേണിംഗ് ഫയർ എന്നുള്ളത്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇവിടെ ഈ സാറാഫുകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഉസ്യ രാജ മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ദൈവം എപ്പോഴും ഇരിക്കുന്നത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തില. ഇതെന്ന് വെച്ചാൽ ഒരു സ്വർഗം തുറന്ന ദർശനമാണ്. നമ്മുടെ സ്വർഗം തുറന്ന ദർശനങ്ങൾ ഇവിടെ ബൈബിളിൽ എത്ര അടുത്തുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. എല്ലാരും തുറന്ന സ്വർഗത്തിന്റെ ദർശനം കണ്ടിട്ടില്ല. ഒരാൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹാലേലിയ. ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേട്ട് ഹാലേലിയ. എഗസ്കേൽ പ്രവാചകൻ ഒരിക്കൽ കേവാർ നദിയുടെ തീരത്തിരിക്കുന്ന സമയത്ത് അവിടെ ഒരു തുറന്ന സ്വർഗത്തിന്റെ ദർശനം കണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ തുറന്ന സ്വർഗത്തിൽ, പിന്നെ ഏലിയാവിനെ മുകളിലേക്ക് എടുക്കുന്നത് കണ്ട്. ഇങ്ങനെ വളരെ കുറച്ച് മാത്രം. അപ്പൊ ഈ തുറന്ന സ്വർഗത്തിൽ കീഴുന്നത് പറയുമ്പോൾ തന്നെ നമ്മൾ ആ അന്തരീക്ഷത്തിലേക്ക് ഇരിക്കുന്ന പോലെ. എനിക്ക് ഇങ്ങനെ 6 വചനം വായിക്കുന്നതിന്റെ ശരീരത്തിലൊക്കെ പരിശുദ്ധാത്മ ശക്തി ഇങ്ങനെ ഷിവർ ചെയ്യുന്ന പോലെ തോന്നി. ഹാലേലിയ. അപ്പൊ നമ്മൾ തുറന്ന സ്വർഗത്തിന് കീഴിലാണ് രാവിലെ ഇരിക്കുന്നതെന്ന് എല്ലാവരും ഓർക്കണം. ഹല്ലേലൂയ. അപ്പൊ ദൈവം എപ്പോഴും ഇരിക്കുന്ന ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇവിടെ എടുത്തെഴുതാൻ കാരണം അതിനെക്കാട്ട് ഉയർച്ചയുള്ള പൊങ്ങിയുള്ള സിംഹാസനം വേറെ ഇല്ലെന്ന്. ഉണ്ടാ ആരുടെങ്കിലും സിംഹാസനം അതിനെക്കാട്ട് ഉയർന്നിരിപ്പുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ദൈവത്തിന്റെ സിംഹാസനമാണ് ഏറ്റവും ഉയർന്നും പൊങ്ങിയുള്ള. അതുകൊണ്ട് നമുക്കൊക്കെ സന്തോഷിക്കാം. കാരണം എന്താ പറയട്ടെ, ആ സിംഹാസനത്തിന് വലത് ഭാഗത്ത് നമ്മളെ ഇരുത്തിയേക്കുക. നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നത്. ഇവിടെ എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൈവത്തോന്റെ വലത് ഭാഗത്ത് കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുന്നിടത്ത് തന്നെ നമ്മളെ ഇരുത്തേക്കുകയാണ്. നമ്മൾ അവിടെയാണ്. ഹാലല്യ. ആത്മാവിൽ അവിടെ നമ്മൾ സീറ്റഡ് ആണ്. ഹാലല്യ. ഇനി ഇരുത്തുമെന്നല്ല, ഇരുത്തിയിരിക്കുന്നു. ഇത് നമ്മൾ മറന്നുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കണം. ഹാലല്യ. ഇവിടെ പറഞ്ഞ എനിക്ക് ഹാലേലിയ. അപ്പൊ ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തർ 6 ചിറകുണ്ട്. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. കാരണം എന്താ അവർ 2 കൊണ്ട് മുഖം മൂടുന്നത്? കാരണം ദൈവത്തിന്റെ സ്ഥാനത്ത് അവർ ദൈവത്തെ നോക്കാൻ ഭയപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. അത്രത്തോളം ദൈവത്തെ ഭയപ്പെടുന്ന അവരെ ഉയർന്നും പൊങ്ങിയും പറന്നുകൊണ്ട് എന്താ പറയും, പരിശുദ്ധൻ 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 എന്ന് എപ്പോഴും. അപ്പൊ ഇന്നലെ ഹാലേലിയ ദേവദാസൻ പറഞ്ഞ മറ്റൊരു റെവലേഷനാണ് ഹാലേലിയ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവ തീയാണ്. ഇന്ന് പലപ്പോഴും പെന്തക്കോസ്തുകാർക്ക് തീ എന്ന് കേൾക്കുമ്പോൾ അലർജിയാണ്. പക്ഷെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ കൺസ്യൂമിങ് ഫയർ അല്ലേ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അല്ലെ. ഈ അഗ്നിയായ ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളും അഗ്നിയായിരിക്കും, നമ്മളും തീയായിരിക്കും. അത് തണുത്തിരിക്കുകയാണെങ്കിൽ എല്ലാം വലിയ തീയൊന്നും ഇല്ല സിസ്റ്ററെ, അല്ലെങ്കിൽ ഞാൻ വലിയ ഫയറൊന്നും അല്ലെന്ന് പറയണ ദൈവം നിങ്ങളില്ലെന്ന് പറയും. ദൈവം ഉള്ളവനെല്ലാം കത്തിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആണോ? ആണോ? അല്ലെ. ആ തീ ഉള്ളവനെ എന്താ പറയട്ടെ, ഈ ലോകത്തിലും തീയൊക്കെ ഉണ്ട്. ഈ ലോകത്തിന്റെ തീക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ചില തീ കൂടെ ഒക്കെ കൊണ്ടുപോകും. ശത്രുക്ക് അഭിനവ് തീയിലൂടെ കടന്നു പോയ സമയത്ത് ആ തീജ്വാല അവരെ ദഹിപ്പിക്കാൻ കഴിയാതിരുന്നത് എന്താന്ന് വെച്ചാൽ തീ ആയവൻ അവിടെ ഇറങ്ങി നിപ്പുണ്ടായിരുന്നു. അതൊരു കാരണം. പക്ഷെ നമ്മൾ തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നമ്മൾ കത്തുന്ന ഹോളി ഫയർ ആണെങ്കിൽ ഈ ലോകത്തിന്റെ വേൾഡ് ഫയറിന് നമ്മളെ കത്തിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ അതിനകത്ത് കത്തിപ്പോകുന്നത്, അതിനകത്ത് വീണു പോകുന്നത്, അതിനകത്ത് അത് നമ്മളെ തൊടുന്നതിന്റെ കാരണം നമ്മുടെ അകത്ത് തീ ഇല്ലാത്തതുകൊണ്ടാ. നമ്മൾ തണുത്തവരായി പോകുന്നുണ്ടാ. നമ്മൾ തണുത്തിരിക്കുന്ന ക്രിസ്ത്യാനി ആണോ?
കത്തുന്ന ക്രിസ്ത്യാനിയാണോ എന്ന് ഹാലേലിയ ഇന്ന് അറിയണം. നമ്മുടെ ദൈവം ക്രിസ്ത്യാനി എന്നൊന്നും നമ്മുടെ ദൈവം വിളിച്ചില്ല. നമ്മുടെ ദൈവം നമ്മളെ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ മക്കളെന്നാ, സൺ ഓഫ് ഗോഡ്. ഹാലേലിയ. ദൈവത്തിന്റെ മകനെ പുത്രൻ എന്നാ വിളിച്ചേക്കുന്നത്. ഹാലേലിയ. നമ്മൾ പുത്രന്മാരാണ്. ഹാലേലിയ. എല്ലാവരും. ഹാലേലിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാലേലിയ നമ്മുടെ ഉള്ളിൽ കത്തേണ്ട നമ്മുടെ ദൈവത്തിന്റെ അതേ ഹാലേലിയ ക്യാരക്ടർ ആയിരിക്കണം നമുക്ക്. ദൈവത്തിന്റെ അതേ ഭാവത്തെ ദൈവത്തെ പോലെ തന്നെ നമ്മളാകാൻ ദൈവം വിളിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കേണ്ട തീയാണ്. കാരണം നമ്മുടെ ദൈവത്തെ പലയിടത്തും ഞാൻ പറയാം തീ ആയിട്ട് തന്നെയാണ് വെളിപ്പെടുന്നത്. ഹാലേലൂയ. പ്രസൻസ് ഇറങ്ങുന്നിടത്ത് ഹാലേലിയ. ആമേൻ. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ മേലും ഹാലേലിയ കൂടിയിരുന്ന മാളിമുറി പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളായിട്ട് അവർക്ക് പ്രത്യക്ഷമായത്. ഹാലേലൂയ. അപ്പൊ പുതിയ നിയമ ഇസ്രായേലായ നമുക്ക്, അല്ല ദൈവത്തിന്റെ മക്കളായ നമ്മള് തണുത്ത വെള്ളത്തിൽ തണുത്തിരിക്കുന്ന ക്രിസ്ത്യാനി അല്ല തണുത്തിരിക്കുന്ന മക്കളെന്നല്ല ദൈവം പറഞ്ഞേക്ക്, നിങ്ങൾ തീ ആകണമെന്നാ പറഞ്ഞേക്ക്. ഹാലേലിയ. ആ തീ നമ്മളിലുണ്ടെങ്കിൽ ഹാലേലിയ നമ്മളെ തീക്ക് ഹാലേലിയ മറ്റൊരു തീക്ക് നമ്മളെ കെടുത്താൻ കഴിയത്തില്ല. അവിടെ നമ്മുടെ ജോനായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണും, അല്ലെങ്കിൽ ഇപ്പൊ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് പലയിടത്തും, ദൈവമേ ഞാൻ നിന്നെ വിട്ടിട്ട് എവിടെ പോയി ഒളിക്കും? സ്വർഗത്തിൽ കയറിയാ നീ അവിടെയുണ്ട്, പാതാളത്തിൽ ചെന്നാൽ നീ അവിടെയുണ്ട്. അപ്പൊ നരകത്തിലും ദൈവമുണ്ട്, സ്വർഗത്തിൽ മാത്രമല്ലേ ദൈവം ഉള്ളത്? ഉണ്ട്. നരകത്തിൽ എന്താ ഉള്ളത്? തീയാ ഉള്ളത്. ആ തീക്കകത്തോട്ട് ദൈവം കൊണ്ടുപോയിട്ട് എന്താന്ന് പറയാ, ഇവിടെ വെച്ച് ദൈവം നമുക്ക് തരുന്ന തീ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് ചെല്ലുമ്പം അവിടെയും തീയുണ്ട്. അപ്പൊ ഏത് തീ വേണം നമുക്കങ്ങ് തീരുമാനിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വെച്ച് തീയുടെ പോയി ഹാലലി അല്ല തീ ആയി മാറാൻ പറ്റുന്നില്ലെങ്കിൽ, കർത്താവിന്റെ മക്കളായി മാറാൻ പറ്റുന്നില്ലെങ്കിൽ, അവിടെ ചെന്നിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയണം. ഹാലലി. ഇവിടെ വെച്ച് നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറുമ്പം കർത്താവ് പറഞ്ഞ കണക്ക് നിങ്ങൾ വെള്ളത്തായാലും, അല്ലെങ്കിൽ യോഹന്നാൻ നിന്നോട് വിളിച്ചു പറഞ്ഞി എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങൾക്ക് വെള്ളം എന്താ പറയാ അവന്റെ കൈ വീശുമുറമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വചനത്തിൽ കൃത്യമായ സുവിശേഷങ്ങൾ പറയുന്നത്, നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും അല്ലെ വെള്ളത്താലും അഗ്നിയാലും വീണ്ടും നിങ്ങൾ ജനിക്കണം. അല്ലെ. അപ്പൊ ആത്മാവിനുള്ള ജനനമുണ്ടെങ്കിൽ അത് തീയാലുള്ള ജനനമാണ് നമുക്ക്. ആമേൻ. ആ തീയാൽ നമുക്ക് ഇവിടെ ജനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പോയി തീക്കകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ തീയാൽ നമ്മൾ ജനിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്താലാണ്. കാരണം വചനമുണ്ട്. കാരണം എന്താന്ന് വെച്ചാ നമ്മുടെ ദൈവം തീയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവൻ. ഹാലേലിയ. ആ അഗ്നിയായ മോശയ്ക്കും ഉൾപ്പെട്ടപ്പോൾ ദൈവം പ്രത്യക്ഷനായത് എങ്ങനെയാ? തീയായിട്ടാണ്. പക്ഷെ ഉൾപ്പെട്ടപ്പോൾ കത്തിപ്പോകുന്നില്ല. നമ്മുടെ തീയുടെ പ്രത്യേകത ഇതാ, ആരെ കത്തിച്ച് നശിപ്പിച്ച് കളയുന്നതല്ല, അവരെ കത്തിച്ച് ജ്വലിപ്പിക്കുന്നതാണ്. ഹാലേലിയ. അപ്പൊ തീ പകരപ്പെടുമ്പോൾ നമുക്ക് ആർക്കും തീ ഞാൻ പറയാ ശരീരത്തിലെ മൊത്തം പെട്രോൾ എടുത്തൊഴിച്ച് കത്തിക്കുന്ന അവസ്ഥയിലൂടെ ഞാൻ കത്തിയിട്ടുണ്ട്. ഹാലേലിയ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി പരിശുദ്ധാത്മ അഭിഷേകം വന്നപ്പോൾ. പക്ഷെ അത് നമ്മുടെ ശരീരത്തെ വല്ലതും പൊള്ളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അത് ശരീരത്തെ പൊള്ളിക്കുന്ന തീയല്ല, പക്ഷെ നമ്മളെ കത്തിക്കുന്ന തീയാണ്. ഇത് കത്തിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവൻ അടങ്ങിയിരിക്കുന്ന മറ്റുള്ളവരെല്ലാം കത്തിക്കാൻ തുടങ്ങും. അതെ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാം. കാരണം എൻ്റെ ഉള്ളിൽ തീ ഇങ്ങനെ വീണിട്ട് എനിക്ക് ഇങ്ങനെ എന്നിട്ട് പറയാം അതിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് വലിയ എന്താ പറയുക കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും വന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. ശനിയാഴ്ച രാവിലെ ലാസ്റ്റ് മീറ്റിംഗ് മിസ് ചെയ്യരുത്. കാരണം നമ്മുടെ ഉള്ളിൽ കത്തുന്ന തീ ഹാലേലിയ അത് മറ്റുള്ളവർക്ക് പകരുക. തീ എപ്പോഴും അങ്ങനെ ഒരു തീയിൽ കുറച്ച് കാറ്റൂടെ കടിച്ച് എങ്ങനെ ഉണ്ടാവും? എനിക്ക് 2020 ദൈവം തന്നൊരു വിഷനാണത്. ഹല്ലേലൂയ. ദൈവം ഞാൻ കണ്ടൊരു ഇതാണ്. ഹല്ലേലൂയ. ഒരു വലിയ തീയും ഒരു വലിയ കാറ്റും. ഹാലേലിയ. അത് കേരളത്തിൽ നിന്ന് പുറപ്പെടും ദൈവം അന്ന് എന്നോട് പറഞ്ഞതാണ്. ഇതേ ദൂത് തന്നെ വർഷങ്ങൾക്കും വാര്യപുരം അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടെന്ന്. തൊട്ട് അടുത്ത ദിവസം ഞാൻ സാമച്ചൻ പാസ്റ്റർ സൂമി കയറിയപ്പോൾ എനിക്ക് കേൾക്കാനിടയായി. ഹാലേലിയ. അത് ഞാൻ ഇന്ന് കണ്ട് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ പറയുന്നുണ്ടായിരുന്നു അത് 2000 വർഷങ്ങൾക്കും വാര്യപുരം അപ്പച്ചൻ പറഞ്ഞതാ. വേൾഡിന്റെ ഉണർവ്. അങ്ങനെ തന്നെ വേൾഡിന്റെ ഉണർവ്, ഇന്ത്യയിലെ ഒരു ഉണർവ്. ഹാലേലിയ. തെക്ക് കേരളത്തിൽ നിന്ന് പുറപ്പെടും,
അത് ഇന്ത്യയെ കത്തിക്കും, ലോകരാജ്യങ്ങളെ കത്തിക്കുന്നു. അപ്പൊ ആമേൻ. അതിനായിട്ടുള്ള ഒരുക്കമായിരിക്കണം നമ്മൾ ഈ ദിവസങ്ങളിൽ. ഹാലേലുയ. ഞാൻ വിശ്വസിക്കുന്നത് അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന്. ഹാലേലുയ. ആ തീ ഇങ്ങനെ ഹാലേലുയ വലിയ കാറ്റടിച്ച് പരിശുദ്ധാത്മാവിന്റെ കാറ്റിനാൽ തന്നെ ഹാലേലുയ ഓരോരുത്തരും, അപ്പൊ നമ്മൾ ഓരോരുത്തരും ഹാലേലുയ ആ തീയെ ഇങ്ങനെ പടർത്തുന്നവരായി മാറണം. ആമേൻ. ഹാലേ. ഇവിടെ ഹാലേലുയ ഈ ദർശനം കണ്ടപ്പോൾ നമ്മളെ ഞാൻ നേരത്തെ മെസ്സേജും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ ഹൃദയത്തെ ദൈവം തന്നത്. ഹാലേലുയ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആ ദർശനം കണ്ടപ്പോൾ ഹാലേലുയ അവിടെ എന്താണ് നമ്മുടെ യെശയ്യാവ് തിരിച്ചറിഞ്ഞെന്ന് വെച്ചാൽ, യെശയ്യാവ് അതുവരെ മറ്റുള്ളവർ നോക്കി നിങ്ങൾക്ക് ആ കുറവുണ്ട് ഈ കുറവുണ്ടെന്ന് പറഞ്ഞ് യെശയ്യാവിന് ഹാലേലുയ ആ സമയത്ത് യെസ് ഓണാണ്. പിന്നെ ആ സമയത്ത് ഹാലേലുയ യെശയ്യാവ് ഹാലേലുയ തിരിച്ചറിഞ്ഞത് ഹാലേലുയ എന്താണ് എനിക്ക് കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ നമ്മളിലേക്ക് എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ ടച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഹാലെ അന്ന് ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുന്ന സമയത്ത് ഹാലെ നമ്മൾ മറ്റുള്ളവരുടെ മുഖത്തേക്കല്ല നോക്കേണ്ട, കണ്ണുകളിലേക്കല്ല നോക്കേണ്ട, കുറവുകളിലേക്കല്ല നോക്കേണ്ട. നമുക്ക് എന്ത് കുറവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്. നിങ്ങൾ ആ പോരായ്മയുണ്ട് ഈ പോരായ്മയുണ്ട് എന്ന് പറയും. പക്ഷേ നമ്മൾ എന്തൊക്കെ പോരായ്മകളുണ്ട്, നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, നമ്മൾ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ട് എന്ന് ഹാലേലുയ എന്താണ് ഞാൻ എന്നൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്. ഇവിടെ യെശയ്യാവ് അങ്ങനെ എത്തിയത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ പറയുന്നത് എങ്ങനെയാ ഫസ്റ്റ് വായിച്ചത്? 5-ാം വാക്യം. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ ആള് നമ്മുടെ പൗലോസാണ്. സോറി ഹാലേ. ഇവിടെ പറയുന്ന അയ്യോ എനിക്ക് കഷ്ടം, ഹാലേലൂയ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ രാജാവിനെ കണ്ടുപോലെ. അപ്പം ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ. ഹാലേലൂയ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ പറ, അല്ലെങ്കിൽ വായു തുറന്ന് പറ, കർത്താവ് ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ. കാരണം നമ്മുടെ അതരമാണ് നമ്മുടെ പലപ്പോഴും നമ്മൾ അശുദ്ധരാക്കുന്നത്. കാരണം എന്താ അവിടെ പറയുന്ന റീസൺ? ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ ഇടയിൽ ശരിയാണ്, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ജനം ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യരായിരിക്കും. അവര് പല നുണയും അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ പ്രൊവോക്ക് ചെയ്യാനും പല മോശമായ വാക്കുകളെല്ലാം നമ്മളോട് പറയുമ്പോൾ, പക്ഷെ ഞാനും അത് കേട്ട് അതുപോലെ സംസാരിക്കുമ്പോൾ, അതിനനുസരിച്ച് പറയുമ്പോൾ, അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹാലേ. നമ്മുടെ അതരം പല ദൈവാസമനും പറഞ്ഞേ കേട്ടിട്ടുണ്ട്, ഇനി മുതൽ മുക്കുമ്പം ഈ നാക്കിനെ കൂടെ ഒന്ന് മുക്കണം. ഹാലെ. എല്ലാവരും വായടച്ചു പിടിച്ചിട്ട് സ്നാനപ്പെടുന്നുണ്ട്, നാക്ക് മാത്രം സ്നാനപ്പെടുന്നില്ല. അതാണ് ഈ കുഴപ്പം. മൊത്തം പഴയ നാക്കാണ്. അതുകൊണ്ട് ഇത് വെച്ച് എന്ത് സംസാരിക്കണമെന്ന് ആർക്കും ഒരു ബോധമില്ല. എന്ത് കള്ളം പറയാനാണെങ്കിലും വഴക്കുണ്ടാക്കാനാണെങ്കിലും എല്ലാത്തിനെയും നാവിനെ പിശാച് ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ മുക്കാത്തോണ്ടാ. ഇനി മുതൽ മുക്കുമ്പോൾ വാ തുറന്നിച്ച് വെള്ളം കൂടെ അതിനകത്ത് മുക്കണമെന്ന്. ഹാലയില്ല. ഞാനും പല പ്രാവശ്യം ആലോചിച്ചിട്ടുള്ള കാര്യം, ഈ നാക്കിനോടൊന്ന് മുക്കിയാൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു എന്ന്. ഹാലയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശുദ്ധിയില്ലാത്ത അത്തരമുള്ള മനുഷ്യൻ, നമ്മളുടെ നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ദൈവഹിതം ഇല്ലാതെ ദൈവത്തിന് ഇഷ്ടത്തിന് വിരോധമായി, ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു ചെറിയ നുണ പറയുമ്പോൾ പോലും നമ്മുടെ നാക്ക് അല്പസമയത്ത് പിശാച് നീ എടുത്തു അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു ഗോസിപ്പ് പറയുമ്പോൾ പിശാച് അല്പസമയം നീ ഉപയോഗിച്ചു. ഒരാളെ കുറിച്ചൊരു കുറ്റം പറയുമ്പോൾ പിശാച് അല്പസമയം നീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക ഈ നാക്കിന്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ദൈവഹിതമില്ലാത്ത വർത്തമാനങ്ങൾ ഇതൊക്കെ നമ്മളിൽ നിന്ന് വരുമ്പോഴത്തേന് എന്താ, പിശാചിന് അല്പസമയത്തേക്ക് ഇതിനെ നപിച്ചു കൊടുക്കുക. അതേപോലെ നമ്മൾ മേടിച്ച് തിരിച്ചു വീണ്ടും. ദൈവത്തിന് ഉപയോഗിക്കേണ്ട നാവായത്. ദൈവത്തിന്റെ നാവായിരിക്കേണ്ട നാവായത്. ദൈവത്തിന്റെ നാവായിരിക്കേണ്ടതിനെ എടുത്ത് പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. എത്ര വലിയ പാവമാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തെ പിശാചിന് കൊടുക്കുന്ന പോലെ, നമ്മൾ മറ്റു ഹാലിൽ നമ്മുടെ കണ്ണിനെ പിശാചിന് കൊടുക്കുന്ന പോലെ, നമ്മുടെ ഓരോ അവയവങ്ങളെ പിശാചിന് ഉപയോഗിക്കാൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ നാവിന്. ഇത് നമ്മൾ ആരും ഭയങ്കര ശ്രദ്ധിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ആരും അതിനെ വലിയ കെയർ ചെയ്യാറില്ല.
അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു അനുതാപത്തോടു കൂടെ പറയണം. ഹാലലിയ. ഇന്നലെ ഹാലലിയ ഞാൻ ഈ ഭാവം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ രാവിലെ ദൈവം തന്നോണ്ട് ഇങ്ങനെ കടന്ന് കത്തുകയാണ്. ഞാൻ ഇന്നലെ ഹാലലിയ അവിടെ ഇരുന്ന സമയത്ത് ഇതിങ്ങനെ ഓർത്തപ്പോഴത്തേന് ദേവദാസ് ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ നമ്മളൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു ഒരു ഫയർ നമ്മുടെ ഉള്ളിലേക്ക് വീഴണമെങ്കിൽ നിങ്ങളെല്ലാവരും ഞാനൊക്കെ നോക്കി എനിക്കറിയാം ഇത് എവിടെ നിന്നാ നേരത്തെ കണ്ണീന്ന് എനിക്ക് ഇങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടേയിരിക്കും. കാരണം വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തെ പരിശുദ്ധാത്മ ആദ്യം ചെയ്യുന്ന കാര്യം, ഓരോ പ്രാവശ്യം പരിശുദ്ധാത്മ ഒരു അഭിഷേകം നമ്മളിലേക്ക് പകരണമെങ്കിൽ അത് വർദ്ധിച്ചു വരണമെങ്കിൽ, അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ അതിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധൻ ആദ്യം നമ്മളെ ശുദ്ധീകരിക്കുക ചെയ്യുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. ആ കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടേയിരിക്കാൻ തുടങ്ങും. പക്ഷെ അത് കഴിയുമ്പം ദൈവം ഭയങ്കരമായിട്ട് നമ്മുടെ മേൽ വലിയ പകർച്ചകൾ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറയും, ഇത് ഇപ്പോഴൊന്നും പറയാൻ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഇട്ടേക്കുന്ന കാര്യം തന്നെ. പക്ഷേ നമുക്കത് ആ പുറത്തേക്ക് അത് ഒഴുകുന്നത് നമ്മുടെ ഓരോ അനുതാപത്തിലുമാണ്. ഓരോ അനുതാപത്തിലുമാണ്. ഓരോ ഉപവാസത്തിലല്ല, ഓരോ പ്രാർത്ഥനയിലല്ല, ഓരോ പ്രാവശ്യം നമ്മൾ അനുതാപമുള്ള ഹൃദയമുള്ളവരായി മാറുമ്പോഴാണ്. അപ്പം ഉപവാസവും പ്രാർത്ഥന എന്തിനാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, ഉപവാസത്താലും പ്രാർത്ഥനയിൽ ഈ ജാതി നീങ്ങി മുഖത്തില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു. ഏത് ജാതി നീങ്ങി പോകത്തില്ല എന്ന് വെച്ചാൽ നമ്മുടെ മേൽ വന്ന് കുടിയിരിക്കുന്ന ജാതികളൊന്നും പോകാൻ വേണ്ടിയിട്ടല്ല, നമ്മളിരിക്കുന്ന സ്വഭാവത്തിൻ്റെതായ ചില സ്വഭാവങ്ങൾ മുറുകെ പൊട്ടിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതിനെയൊക്കെ മാറ്റണം, ഉപവസിക്കാൻ, പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യമായി ഉപവസിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ഉപവസിക്കുന്ന എൻ്റെ കോപം മാറാനായിരുന്നു. ഹാലലൂയ. ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ഹാലല ആരാണ് മുമ്പ് നിൽക്കുന്നതെന്ന് നോക്കത്തില്ല. നമ്മുടെ മുമ്പ് നിൽക്കുന്ന എത്ര വലിയ ആളാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഹാലയിലെ. അപ്പൊ അതുകൊണ്ട് ദൈവം എന്നെ അങ്ങനെ ഒരു പ്രസംഗം ഞാൻ ആദ്യം കേട്ടോ, ഞാൻ തീരുമാനം എടുത്തത് ഉപവസിക്കാൻ വേണ്ടിയിട്ടില്ല. ഉപവസിച്ച് ദൈവം പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ഇരുന്നു. പക്ഷേ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുന്ന ആദ്യമായിട്ട് എൻ്റെ കോപം മാറാനാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഞാൻ ഉപവസിച്ചു. ഒരു പ്രാവശ്യം പറഞ്ഞു ഉപവസിച്ചുകൊണ്ട് എയർപോർട്ടിൽ ചെന്ന് ബഹ്റിനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഷാർജ എയർപോർട്ടിൽ 3 ദിവസം ഇരുത്തി കളഞ്ഞു ദൈവം. ഇട്ടിരുന്ന ഡ്രസ്സോടുകൂടി അവിടെ ഇരുത്തി എൻ്റെ കോപമൊക്കെ പോയെന്ന് തോന്നിയപ്പോഴാണ് പുറത്തോട്ട് ഇറക്കിയത്. അവിടെ നിന്നപ്പോൾ ഞാൻ പഠിച്ചു. അപ്പൊ ഞാൻ പിന്നെ നമ്മുടെ ഒരു സഹോദരൻ അന്നേരം പറയാന്ന്, കുറച്ച് കീടൊക്കെ മാറാനുണ്ട്. അപ്പൊ ദൈവം എയർപോർട്ടിൽ കൊണ്ടിരുത്തി കീടത്തേക്ക് കളഞ്ഞിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഉള്ളിക്കട ഇന്ന് കീടമൊക്കെ കളയാൻ വേണ്ടി പൊന്നിനെ എടുത്ത് തീയിലിട്ട് ശുദ്ധീകരിച്ച് അതിനകത്ത് അഴുക്കുകൾ കളയല്ലേ ചെയ്യുന്നത്, അല്ലേ? ശുദ്ധീകരിച്ച് പുറത്തെടുക്കുമ്പോൾ അതിന്റെ വില കൂടി വരുന്നുണ്ട്. അതുപോലെ അവിടെ കൊണ്ടിരുത്തി കീടത്തെയൊക്കെ കളഞ്ഞിട്ട് കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, ചില ആൾക്കാർക്കുണ്ട് എന്തെങ്കിലും വേണ്ടി നുണ പറയും. എന്ത് കാര്യം പറഞ്ഞാലും നുണ, ഒരാവശ്യവും ഇല്ലാത്തില്ല. അവിടെ ആ നുണ പറയേണ്ട ഒരു കാര്യമില്ല, എന്നാലും നാവിന്ന് ആദ്യം അതേ വരും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പ്രവർത്തിക്കുക, അല്ലെ പരിശുദ്ധാത്മാവിന് നമ്മൾ ആധിപത്യം എടുക്കാൻ കഴിയാത്തോണം കിടക്കുന്ന ചില സ്വഭാവങ്ങളാണ്. എന്നുവെച്ചാൽ ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നത്, കുറച്ചു നേരം ഇത് ഒരാൾക്ക് കൊടുക്കുക, അത്ര നേരം എൻ്റെ കയ്യിൽ നിന്ന് നാക്കാം, ഞാൻ ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന നാക്കാം, ഇച്ചിരി നേരം ഞാൻ പുള്ളിക്കാരന് കൊടുക്കും. ഹാലേലൂയ. ഇങ്ങനെയൊക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാലേലൂയ നമ്മളിൽ പരിശുദ്ധാത്മാവിന് ഹാലേലൂയ ആ പൂർണ്ണത, ഒരു ഫുൾനെസ്സോട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പല ആൾക്കാരും, ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ, അവർ ശുശ്രൂഷ ഇങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളു, ഇപ്പൊ അങ്ങോട്ട് രക്ഷിക്കപ്പെട്ടേ അല്ലേ ഉള്ളു, ഇവരെങ്ങനെ ഇത്ര തീയായി നിൽക്കുന്നത്, എനിക്കെന്താ ഇത് പറ്റാത്തത്, അല്ലേ? ആലോചിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. പലർക്കും പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് പോലും ചില വ്യക്തമായ ധാരണയില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പോഴും കൊണ്ട് അജ്ഞരായിരിക്കുന്നവർ ഈ നൂറ്റാണ്ടിലും അന്ത്യനാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരുന്ന ദൈവം പറഞ്ഞിട്ട് ഇന്നും ആത്മാവിനെ കുറിച്ച്, അഭിഷേകത്തെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് തിരിച്ചറിവില്ലാത്ത അനേകം നമുക്കിടയിലുണ്ട്. ഹാലേലൂയ. ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ഹാലേലൂയ ആത്മാവ് സകലത്തെയും വിവേചിക്കും, സകലത്തെയും വെളിപ്പെടുത്തും. ഹാലേലൂയ. കാരണം പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആത്മാവുള്ളവരാണെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഹാലേലൂയ അതിനെ ദൈവം നമുക്ക് അത് കൃത്യമായി വെളിപ്പെടുത്തും. ഫോഷ്കായിരിക്കത്തില്ല, തോന്നലുകളായിരിക്കത്തില്ല. അല്ല, ദൈവത്തിനാകുമ്പോൾ കൃത്യമായി നമ്മളെ സെൻസ് ചെയ്യുന്നു, നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് അത് കൃത്യമായ സെൻസിൽ എടുക്കാൻ കഴിയുന്നു എന്നുള്ളു. പക്ഷെ ദൈവാത്മാവാണ് നമുക്ക് വെളിപ്പെടുന്നത്, ദൈവാത്മാവ് നമുക്കത് വിവേചിച്ചു തരും.
അങ്ങനെയാണ് ഇങ്ങനെയാണെന്നായിരിക്കത്തില്ല നമ്മൾ പറയേണ്ടുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു വിഷൻ തന്നാൽ, ഒരു ദർശനം തന്നാൽ, ഒരു വെളിപ്പാട് തന്നാൽ അത് കൃത്യമായി ദൈവം വിവേചിച്ചും കൂടെ തരും. നമ്മൾ ആരിലൂടെ ദൈവം ദൈവാത്മാവാണെങ്കിൽ കൺഫ്യൂഷൻ്റെ ആത്മാവല്ല ഞാൻ പറയുന്നതാണ്. നമ്മളോട് ഒരു ദർശനത്തിലൂടെ ഒരു വെളിപ്പാടിലൂടെ ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ദൈവം കൃത്യമായി വിവേചിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ ഇവിടെ യെശയ്യാവ് തിരിച്ചറിഞ്ഞത് യെശയ്യാവിന് എന്ത് കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ആ സാന്നിധ്യത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾക്ക് എന്തു കുറവുണ്ട്, നമ്മൾ എവിടെയാണ് തെറ്റിപ്പോയത്, നമുക്ക് എവിടെയാണ് തിരുത്താനുള്ളത്. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കണം. ആ നിമിഷം ഞാൻ പറയും, ആ ബേണിംഗ് ഫയർ നമ്മളെ ടച്ച് ചെയ്തിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ഒരു ടച്ച് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അപ്പൊ തന്നെ നമ്മൾ ഇവിടെ അങ്ങനെ യെശയ്യാവ് പറഞ്ഞ ഉടനെ, ഹല്ലേലൂയ, അങ്ങനെ പറഞ്ഞ ഉടനെ എന്താ സംഭവിക്കുന്നത്? എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെപ്പ യെശയ്യാവ് പറഞ്ഞു? അപ്പോൾ, അല്ലാതെ ദർശനം കണ്ടുണ്ടേ സാറാഫ് അവിടുന്ന് കത്തിക്കൊണ്ട് കനലെടുത്തോണ്ട് വന്നില്ല. യെശയ്യാവ് എപ്പോ ഇത് പറഞ്ഞു? അപ്പോൾ. ഇപ്പോൾ നിങ്ങൾ അത് എപ്പോ നിങ്ങൾ പറയുന്നു, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫയർ വരും. ഹല്ലേലൂയ. അവിടെ കാണുന്ന അപ്പോൾ സാറാഫുൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന, യെശയ്യാവ് ഇത് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞോ? പെട്ടെന്ന് ഒരു തീക്കനലെടുത്ത് അവനെ കൊണ്ട് ടച്ച് ചെയ്യാൻ പറഞ്ഞോ? പറഞ്ഞായിരുന്നോ? എഴുതിയിട്ടുണ്ട് അങ്ങനെ? ഇല്ല. സാറാഫുകൾ ഒരുത്തരെന്ന് എഴുതിയേക്കുന്നത്. കാരണം നമ്മുടെ വായിൽ ഈ വാക്ക് വന്നാൽ അവിടെ ഓൾറെഡി അസൈൻ ചെയ്ത് ദൈവം ദൂതന്മാരെ നിർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഹല്ലേലൂയ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവൻ ദൈവം നമ്മുടെ വായിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ ഹല്ലേലൂയ അപ്പ ടച്ച് ചെയ്യും. അന്ന് സാറാഫുകളുടെ മേലാണ് ഈ അസൈൻമെന്റ് കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് ഞാൻ പറയും, നമുക്ക് വേണ്ടിയിട്ട് സാറാഫൊന്നും പുറപ്പെടാം. പല തരത്തിലുള്ള ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ദൂതന്മാർ പല രീതിയിലുണ്ട്. ദൂതന്മാരെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ദൂതന്മാരെ കുറിച്ച് പഠിക്കുന്ന പാപമൊന്നുമല്ല. ഹല്ലേലൂയ. അപ്പൊ ഈ ദൂതന്മാർക്ക് എല്ലാവർക്കും ഓരോ അസൈൻമെന്റ് ഉണ്ട്. നമുക്കറിയാം, ദൂതുമായി വരാനായിട്ട് ഒരു ദൂതനുണ്ട്, യുദ്ധം ചെയ്യാനൊരു ദൂതനുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ എങ്കിൽ തീയുടെ ഇതായിട്ടുള്ള ദൂതനുണ്ട്, സമ്പത്തിൻ്റെതായ ദൂതനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഹല്ലേലൂയ ആ ദൂതന്മാരുടെയൊക്കെ ഡ്രസ് കോഡിൽ ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ അങ്ങനെ തിരിച്ചറിയുന്ന. ഹല്ലേലൂയ. ദൂതന്മാരെയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ചിലപ്പോൾ ഗോൾഡൻ ഡ്രസ്സായിട്ട് ദൂതന്മാരെ കാണാറുണ്ട്, സിൽവർ ഡ്രസ്സായിട്ട് ദൂതന്മാരെ കാണാറുണ്ട്, വൈറ്റ് ഡ്രസ്സായിട്ട് ദൂതന്മാരെ കാണാറുണ്ട്. അപ്പൊ ഈ ദൂതന്മാരെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഈ ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് അവരുടെ ഡ്യൂട്ടിയും ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും ഓരോ ഡ്രസ് അല്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഏഞ്ചൽസിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും ഞാൻ ഗോൾഡൻ ഡ്രസ്സിൽ കണ്ടിട്ടുണ്ട്, സിൽവർ ഡ്രസ്സിൽ കണ്ടിട്ടുണ്ട്, വൈറ്റ് ഡ്രസ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വരുന്നത് ഓരോ പർപ്പസിലാണ് വരുന്നത്. ഗോൾഡൻ കളറിലെ ഏഞ്ചലിലൊക്കെ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നമ്മളൊക്കെ അടിച്ചു തെറിച്ച് എവിടെയൊക്കെ പോയി വീഴും. എന്താന്ന് വെച്ചാൽ അതുപോലെ അഭിഷേകമായിരിക്കും. പക്ഷെ സിൽവർ ഡ്രസ്സ് ഞാൻ പലപ്പോഴും കണ്ടേക്കുന്നത് ഹല്ലേലൂയ ഈ ചില എന്താ പറയാ ഡെലിവറൻസിലാണ് അത് കാണുന്നത്. ഹല്ലേലൂയ. ഡെലിവറൻസ് മീറ്റിങ്ങുകൾ ഞാൻ കാണാറുണ്ട്. ഹല്ലേലൂയ കാണും. അപ്പൊ രോഗസൗഖ്യത്തിന്റെ അടുത്തേക്കും ഒക്കെ വരും. അപ്പൊ ഇതുപോലെ നമ്മൾ പല രീതിയിൽ നമ്മൾ ഏഞ്ചൽസിനെ കാണുന്ന സമയത്ത് ആ ഏഞ്ചൽസിനെല്ലാം ഒരുപോലെ, അപ്പൊ എന്താ പറയാ, എല്ലാ ഏഞ്ചൽസിന്റെ ഡ്യൂട്ടി ഇതല്ല. അപ്പൊ ഒരു നമ്മൾക്ക് ഏഞ്ചലിക്ക് എൻകൗണ്ടർ ഉള്ള ആരെങ്കിലും ഹലേന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഏഞ്ചലിനെ കാണുമ്പോൾ മനസ്സിലാക്കി എന്തിനാ വന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ആ ഏഞ്ചലിന്റെ ഹലയിലെ ഡ്യൂട്ടി എന്താ നമ്മൾ അറിഞ്ഞിരുന്നാല് ഈ ഏഞ്ചൽ എന്തിനാ വന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ കൂടെ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ ഏഞ്ചൽസ് ഹാലയില് വരുന്നത് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ചില അസൈൻമെന്റ്സ് ഉണ്ട്. അത് ദൈവം എപ്പോഴും അവിടുന്ന് ഓർഡർ ചെയ്യൊന്നും വേണ്ട, നമ്മുടെ വായിന്ന് വാക്കുകൾ പുറപ്പെടുമ്പോൾ അവർ ചലിച്ചു തുടങ്ങും. സ്വർഗത്തിലെ ദൂതന്മാര് നമ്മുടെ വായിന്ന് വാക്കുകൾ പുറപ്പെടുമ്പോൾ അവർ ചലിക്കും. എന്ത് വാക്ക് പുറപ്പെടാം, ദൂതനെ അവിടെ വെട്ട് കുത്തെന്ന് പറയുമ്പോഴല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളുടെ ശക്തി, വാക്കുകളുടെ ശക്തി ദൂതന്മാരെ ചലിപ്പിക്കും. ദ പവർ ഓഫ് ദ വേർഡ്.
ഹാലലിയ. ഈ വേർഡ് നമ്മൾ പറയുമ്പോൾ ഹാലലിയ ദൈവത്തിന്റെ വചനമാകാം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാകും. ഞാൻ പറയും പലപ്പോഴും ദൈവം വചനമായി അല്ലെ ദൈവത്തിന്റെ വചനം ദൈവശ്വാസീയമാണെന്ന് പറയുന്ന കണക്ക് നമ്മൾ പറയുന്ന വാക്കുകൾക്കും അതോറിറ്റി ഉണ്ട്. ഞാൻ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, യോശുവ പണ്ട് പറഞ്ഞായിരുന്നു, സൂര്യ നിൽക്ക, ചന്ദ്ര അനങ്ങരുത്. അത് ദൈവത്തിന്റെ വചനമല്ല എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ് പരിശുദ്ധാത്മ എഴുതപ്പെട്ട വചനമായിരുന്നില്ല അത്. വേദപുസ്തകത്തിലെ വചനം എഴുതിയത് പരിശുദ്ധാത്മ നിയോഗത്താൽ യോശുവ പറഞ്ഞ വാക്കാണത്. ദൈവിക നിയോഗത്താൽ ജോഷുവ പറഞ്ഞപ്പോൾ അത് ദൈവത്തിന്റെ വചനമായിട്ട് എഴുതപ്പെടുന്നത് പോലെ തന്നെ നമ്മൾ ദൈവ നിയോഗത്താൽ നമ്മൾ പറയുന്ന വാക്കുകളും വചനത്തിനോളം പവർഫുൾ ആണ്. ഹല്ലേലൂയ. ഞാനിപ്പോ ഒരാളെ നോക്കിയിട്ട് ദൈവനിയോഗത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവര് അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാകും. അതുകൊണ്ട് നമ്മുടെ തലമുറകളെ നോക്കി നമ്മൾ ഒരിക്കലും അവരെ ശപിക്കരുത്. ഹല്ലേലൂയ. അവരെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടും അവരുടെ സമാധാനം വലുതമാകട്ടെ എന്ന് എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവരുടെ ജീവിതത്തിൽ വരും. നമ്മൾ അവരെ നോക്കി ഹാലയില്ല, അവര് ആമേൻ ഹാല ഒന്നിനും മുട്ടില്ലാത്തവരായി ഹാലെ സർവ്വ നന്മകളാലും ഹാല ദൈവം അവരെ നിറയ്ക്കുമെന്ന് നമ്മൾ പറഞ്ഞ അവരെ നിറയ്ക്കും ദൈവം. അങ്ങനെ നീതിമാന്റെ സന്തതി അപ്പൊ ഇരക്കത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ഇരക്കാൻ ഇടയാകത്തില്ലെന്നേ. ഇതൊക്കെ വെറുതെ എഴുതിച്ചേക്കല്ല. ഹാലയില് നമ്മുടെ വായ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് കൈവച്ച് നമ്മൾ യു ആർ ബ്ലസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്ലസ്ഡാ. ഒരു ദൈവദാസൻ തല കൈവെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും അനുഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വീഴുന്നത്. ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തലമുറകളെ നോക്കി ഹാലെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമാകും. ഹാലേലി. ഞാൻ കേട്ട ഹാലിൽ അവിടെ നിന്ന് കേട്ടത് എന്നെ ഒത്തിരി സ്പർശിച്ചു. ഒരുപാട് മെസ്സേജ് എൻ്റെ ഹൃദയത്തിലുണ്ട് ഹാലിൽ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ ഭാഗം പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് തന്നെ നിൽക്കുന്നത്. കാരണം എനിക്കറിയാം 2024 കടന്നു പോകുന്നതിന് മുമ്പ് പലരെയും ദൈവത്തിന് തൊടാനുണ്ട്. ഇന്ന് പലരെയും ദൈവത്തിന് നിറയ്ക്കാനുണ്ട്. ഹാലെ ഒരു തീ ഹാലെ ഒരു ബേണിംഗ് ഫയർ ഇന്ന് പലരുടെയും നാവിന്മേൽ വീഴാനുണ്ട്. ഹാലേലിയ. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ആത്മ ഈ വചനഭാഗം തന്നെ നമ്മളെ പിടിച്ചു നിർത്തിയേക്കുന്നത്. എനിക്കറിയാം. ഹാലേലിയ. അവിടെ പറയുന്നത് ശുദ്ധിയില്ലാത്ത എന്ന് പറഞ്ഞ് അപ്പോൾ സാറാഫുൾ ഒരുത്തൻ യാഗപീഠത്തിൽ കുടിൽ കൊണ്ടുവന്ന് തീക്കലെടുത്ത് കൈ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ തൊടുവിച്ചു അടുക്കൽ വന്ന് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അതരങ്ങളെ തൊട്ട് നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്യാറുണ്ട്. ഞാനൊരു പാപവും ചെയ്യുന്നില്ല, എന്നിൽ ഒരു പാപവും ഇല്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കണേ. ആരെയും കാണാനില്ല മുഖം. എല്ലാവരും ക്യാമറ ഓഫ്. താറാമിസ്റ്റർ മാത്രമേ ക്യാമറ ഓണുള്ളൂ. വിജയ സിസ്റ്റർ ഓണായിരുന്നു, ഇപ്പോഴും ഓഫാക്കി വെച്ച്. ഹാലയിലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അവിടെ ഹാലയില. അപ്പം നമ്മുടെ പാപത്തിന് പരിഹാരം ഓരോ പ്രാവശ്യം പരിശുദ്ധാത്മാവ് ഹാലയില നമ്മളെ ടച്ച് ചെയ്യുന്ന ഹാലയില ടച്ച് ചെയ്യുമ്പോൾ ഹാല നമ്മുടെ നമ്മൾ ഒരു സമർപ്പണത്തോടു കൂടിയാണെങ്കിൽ ആ പാപം അവിടെ തീർന്നു. ഹാലയിലൂയ. ആ തീയിലായിട്ട് അതങ്ങ് നമ്മളെപ്പോഴും പറയാം അഗ്നി എന്ന് എന്റെ അശുദ്ധിയെല്ലാം നീങ്ങി ഹാലയിലെ ഞാൻ ഹാലയില മാറ്റണമെന്ന് പറഞ്ഞിട്ട് പാട്ട് പാടല്ലേ, അഗ്നി എന്നിൽ കത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അഗ്നി കത്തുമ്പോ നമ്മുടെ പാപത്തിന് മോചനം വരും അവിടെ. പക്ഷെ അത് എത്ര അനുതാപമുള്ള ഹൃദയത്തോടു കൂടി ആണെങ്കിൽ മാത്രമേ വരുത്തുള്ളൂ. ഹാലയില. ഇല്ലെങ്കിൽ അത് നമ്മുടെ മേൽ വരുത്തില്ല. ഹാലയില്ല. വന്ന് നമുക്ക് കാലം അന്നേരം ആ നിൽക്കുന്ന പ്രസൻസ് നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റില്ല, പിന്നീട് നമ്മളിൽ ഉണ്ടാകത്തില്ല. ഹാലയില്ല. അപ്പൊ അവിടെ പാപത്തിന് അപ്പൊ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരും, അറിയാതെയൊക്കെ വരും. ഹാലേലിയ. അപ്പൊ അതിനെല്ലാം വെച്ചുകൊണ്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകല് ആ ദിവസം കഴിയുമ്പോഴത്തേന് അത് ഹാലേലിയ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നാളെ അത് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. റിപ്പീറ്റ് നമ്മൾ പാപം ചെയ്യും, ഏറ്റുപറയും, പാപം ചെയ്തിട്ട് അങ്ങനെയാകരുത്. ഹാലേലിയ. പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അനുതാപമുള്ള ഹൃദയത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലി നമുക്കത് പിന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഹാലേലിയ. അവിടെ അത് കഴിയപ്പോ ഹാലേലിയ. അപ്പൊ എന്നിട്ട് എന്തിനാ ദൈവം ഞാൻ നമ്മളെ ദൈവം എന്തിനാ ഫയർ ബേണിംഗ് ഫയർ കൊണ്ട് ടച്ച് ചെയ്ത് നമ്മളെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ തീയാൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? തൊട്ടടുത്ത് യെശയ്യാവിന് പാപത്തിന് മോചനം വന്ന് യെശയ്യാവിന്റെ മേൽ ദൈവത്തിന്റെ തീ വന്നു കഴിഞ്ഞപ്പോൾ അടുത്തൊരു ചോദ്യം യെശയ്യാവിന്റെ കാതിലേക്ക് എത്തുക. എന്താണ് സാറാ മിസ്റ്ററെ?
അനന്തരം ഞാൻ അനന്തരം ആ ഞാൻ ആരെ അയക്കേണ്ടു, ഉം, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് ഉം. അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇത് സംഭവിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ശബ്ദം നമ്മളിലേക്ക് എത്തും. ഹല്ലേലൂയ. ആമേൻ. ആരെ അയക്കണ്ട്? എനിക്ക് ആഫ്രിക്കയിലേക്ക് അയക്കാൻ ആളെ വേണം, ഓസ്ട്രേലിയയിലേക്ക് അയക്കാൻ ആളെ വേണം, US അയക്കാൻ ആളെ വേണം, UK അയക്കാൻ ആളെ വേണം, കാനഡയിലേക്ക് അയക്കാൻ ആളെ വേണം എന്ന് മാത്രമല്ല കേൾക്കുന്നത്. എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കാൻ ആള് വേണം, തമിഴ്നാട്ടിലേക്ക് അയക്കാൻ ആള് വേണം, കേരളത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് അയക്കാൻ ആള് വേണം, ഇന്ത്യയുടെ ഇതുവരെ വചനം എത്താത്ത സ്റ്റേറ്റുകളിലേക്ക് അയക്കാൻ എനിക്ക് ആളെ വേണം. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിലേക്ക് മുഴങ്ങിക്കൊണ്ടേയിരിക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെ കർത്താവെ, ഓസ്ട്രേലിയ ആണെങ്കിൽ ഞാൻ പൊയ്ക്കോളാവേ, UK ആണെങ്കിൽ ഞാൻ പൊയ്ക്കോളാവേ എന്നല്ല, കർത്താവ് എവിടെ അയച്ചാലും അടിയനിതാ, അടിയനെ അയക്കണമേ എന്നൊരു സമർപ്പണം നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് ഓപ്ഷൻസ് കൊടുക്കുന്ന മക്കളാണ്, അല്ലേ? കർത്താവെ, കുറച്ച് ഇങ്ങോട്ട് താ, ഇല്ല ഞാൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് തരാം. ഇതാണ് എനിക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട്, ദൈവം അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചേക്കണം. ഇത് നമ്മുടെയൊക്കെ മനോഭാവം. നമ്മുടെ കുറേ ലിസ്റ്റ് അങ്ങോട്ട് നിരത്തി വെക്കും, ദൈവം അതിനെല്ലാം മറുപടി തരണം. ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, മല്ലയുദ്ധം നടത്തും. അവിടെ നിന്ന് മല്ലയുദ്ധം നടത്തത്തേ ഉള്ളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ എപ്പം ദൈവത്തിന്റെ ഹിതപ്രകാരം ആയി നിൽക്കുന്നോ അപ്പോഴേ നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. നമ്മളെപ്പോഴും നമുക്ക് എപ്പോഴും പറ്റുന്ന കാര്യം, നമ്മൾ നമ്മുടേതായ ട്രാക്കിൽ നിന്നുകൊണ്ട് ദൈവമേ ഇങ്ങോട്ട് പോയാൽ, ദൈവമേ ഇങ്ങോട്ട് പോയാൽ, ദൈവമേ ഇങ്ങോട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഒരിക്കലും ആ ട്രാക്കിലേക്ക് വരത്തില്ല. നീ ആയുഷ്കാലം മൊത്തം ആ ട്രാക്കിൽ നിന്ന് വിളിച്ചാലും ദൈവം അവിടേക്ക് വരത്തില്ല. പക്ഷെ നീ എപ്പം തിരിച്ചറിയുന്നു ഇതല്ല എന്റെ ട്രാക്ക് എന്ന് മനസ്സിലാക്കി, ദൈവം നമുക്കായിട്ട് അസൈൻ ചെയ്ത ട്രാക്കിലേക്ക് എപ്പോൾ കയറി നിൽക്കുന്നോ അപ്പം മുതൽ നിന്നെ ദൈവം ഓടിക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ട്രാക്ക് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തിന്റെ ട്രാക്കിലാണോ നമ്മുടെ ട്രാക്കിലാണോ എന്നുള്ളത്. ദൈവത്തിന്റെ ട്രാക്കിലാണ് നിൽക്കുന്നതെങ്കിൽ നീ അറിയാണ്ട് നീ ദൈവത്തിന് ഓടിത്തുടങ്ങും. പക്ഷെ നമ്മുടെ ട്രാക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥനയുണ്ട്, ഉണ്ട് സിസ്റ്ററെ, ഞാൻ 4 നേരം 5 നേരം ഉപവാസമുണ്ട്, ഉപവാസമുണ്ട്, ആരാധനയുണ്ട്, വചനധ്യാനമുണ്ട്, ഉണ്ട് വചനപ്രസം എല്ലാം ഉണ്ട്. പക്ഷെ നിൽക്കുന്നത് ഏത് ട്രാക്കാണ്? ട്രാക്ക് മാറി ഓടിയാൽ സമ്മാനം കിട്ടുമോ സിസ്റ്ററെ? ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ച് ചോദിച്ചാൽ മതി. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ട്രാക്ക് വരച്ചിട്ടിട്ടുണ്ടാവും. ആ ട്രാക്കിന്റെ ഓരോ നമ്പർ അവരുടെ ആ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ടാവും. ഇവർ ഈ ട്രാക്കിന് 1-ാം ട്രാക്ക് നിൽക്കേണ്ട 3-ാം ട്രാക്കിൽ കയറി ഓടി അവൻ ഫസ്റ്റ് ഓടി എത്തി അവിടെ സമ്മാനമായി കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കുവോ? ഓട്ട മത്സരത്തിലൊക്കെ പോയിട്ടില്ല? പോയിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കണമെങ്കിൽ പോയിട്ടില്ലേ? വേറെയുള്ള ട്രാക്കിൽ കയറി ഞാൻ ഓടിയിട്ട് ഫസ്റ്റ് എത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മാനം തരുമോ? ഇല്ല. നമുക്ക് വരച്ചേക്കുന്ന ട്രാക്ക് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഓടണം. ഹല്ലേലൂയ. അപ്പുറത്തവന്റെ ഇപ്പുറത്തിന്റെ ട്രാക്കിൽ കയറി ഓടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം വരച്ചിട്ട് ഒരു ട്രാക്ക് ഉണ്ട്. നമ്മളെ നിൽക്കുന്ന ആ ട്രാക്കിലാണോ? ഹല്ലേലൂയ. കർത്താവ് എന്റെ ട്രാക്ക് ഇത് തന്നെയാണോ എന്ന് ചോദിക്കണം. ഞാൻ പറയാം, ആത്മീയമായിട്ട് ചില മേഖലകളിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, എവിടെയോ തടസ്സപ്പെട്ട് നിൽക്കുന്നു, ഹല്ലേലൂയ, അവിടുന്ന് എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഒരടി പോലും ഞാൻ മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നലുള്ളവർ ദൈവത്തോട് ഇന്ന് നിങ്ങൾ ചോദിക്കണം, കർത്താവ് ഇതാണോ എന്റെ ട്രാക്ക്? എന്റെ ട്രാക്ക് ഇത് തന്നെയാണോ? ഞാനിത് നിൽക്കുന്നത് ദൈവത്തിന്റെ ട്രാക്കിലാണോ അതോ ഞാൻ എന്റെ ട്രാക്കിലാണോ നിൽക്കുന്നത്? എന്റെ ട്രാക്കിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ട്രാക്കിലാണ് നിൽക്കുന്നത്, ഞാൻ പറയും, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരടി മുമ്പോട്ട് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റത്തില്ല. നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുന്നവരാ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇന്ന് ദൈവത്തോട് ചോദിക്കണം, എന്റെ ട്രാക്ക്, ദൈവം വരച്ച ട്രാക്കിലേക്ക് എന്നെ ഒന്ന് കയറ്റി നിർത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമേ, എനിക്കതിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി സഹായിക്കണമേ എന്ന്. ഹല്ലേലൂയ. ആ ട്രാക്കിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ വേഗത വർദ്ധിക്കും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വേഗത വർദ്ധിക്കും. ഹല്ലേലൂയ. നമ്മുടെ വേഗത വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ട്രാക്കിൽ നിന്ന് ഓടണം. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ ട്രാക്കിൽ നിന്നാ പോരാ. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ ഇത്രയും വചനഭാഗം നമ്മൾ ഇടപെട്ടത് നമ്മൾ കേട്ടിട്ട് വെറുതെ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം.
ഹാലേലിയ. കർത്താവെ എനിക്ക് കുറവുകളുണ്ട്. ഹാലേലിയ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് യെശയ്യാവിന്റെ വായിൽ നിന്ന് വന്ന പോലെ ഒരു സമർപ്പണം, ഒരു ശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കൽ. അത് കഴിയുമ്പോൾ ദൈവം തരുന്ന ഹാലേലിയ അടിയനെ അയക്കണമേ എന്ന് ഞാൻ ആരെ അയക്കണം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സമർപ്പണം. ഹാലേലിയ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നിന്ന് സംഭവിക്കണം. ഹാലേലിയ. ഒന്ന്, നമ്മുടെ പാപങ്ങളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. ഹാലേലിയ. ആമേൻ. ദൈവത്തിന്റെ ഹാലേലിയ ശുദ്ധീകരണം പ്രാപിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഒരു ബേണിംഗ് ഫാൻ്റെ ടച്ച് നമ്മളിലേക്ക് വരട്ടെ. ഹാലേലിയ. അത് കഴിയുമ്പോൾ ദൈവം എവിടെ അയച്ചാൽ ദൈവത്തിന്റെ ട്രാക്കിലല്ല ഞങ്ങൾ നിൽക്കുന്നെങ്കിൽ ആ ട്രാക്കിലേക്ക് കയറി നിന്നുകൊണ്ട് ഹാലേലിയ ദൈവം വരച്ച ട്രാക്കിൽ നിന്ന് നമ്മൾ അയക്കുന്നിടത്തേക്ക് പോകാമെന്നുള്ള ഒരു സമർപ്പണം. അവിടെ നമുക്ക് ചിലപ്പോൾ തടസ്സമായിട്ട് നമ്മുടെ കുടുംബത്തിൽ വിഷയങ്ങളുണ്ടാകും. ഹസ്ബൻഡ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ദൈവം നമ്മളെ ആഗ്രഹിച്ചിടത്തേക്ക് നമുക്ക് ഓടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ എനിക്ക് എല്ലാത്തിനേക്കാട്ടിയും വലുത് എന്റെ കർത്താവ് എന്നൊരു സമർപ്പണം നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. പലരും പല ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടും ആ ഡിസിഷൻസ് ഒക്കെ ഇന്ന് സാഹചര്യത്തിന് മാറ്റിക്കൊണ്ടേയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഡിസിഷൻ ഒന്നും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹാലലൂയ. ഇപ്പൊ നമ്മളെ കൊണ്ട് ദൈവം ഒരു സ്ഥലത്ത് ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു ആലയം പണിയിക്കാൻ ദൈവം പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ ആലയം പണിയുക എന്നുള്ളത് പർപ്പസ് ആ ദൈവത്തിന്റെ ഡിസിഷൻ ഒരിക്കലും മാറത്തില്ല. പക്ഷെ നീ പണിയണോ വേണ്ട എന്ന് ചിലപ്പോൾ മാറും. നമ്മൾ പറയും എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ദൈവം പറഞ്ഞത് എന്നെ കൊണ്ട് തന്നെ ചെയ്യും. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എപ്പോഴാ? ഞാൻ അതിനു വേണ്ടി ഒരുക്കപ്പെട്ട് ഞാൻ അതിനു വേണ്ടി പ്രാപ്തയായി അതിലേക്ക് എത്തിയാൽ മാത്രമേ അത് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പല വാഗ്ദത്തങ്ങൾ നമ്മൾ പെൻഡിങ് ആയി നിൽക്കുന്ന നമ്മൾ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടിട്ടില്ല. എന്റെ ഹൃദയത്തിൽ ആരംഭകാലം തുടങ്ങി ദൈവം തന്നൊരു വെളിപ്പാടാണത്. പക്ഷെ ഇന്നലെ അത് ദൈവദാസൻ വീണ്ടും വായെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഹല്ലേലൂയ. നമ്മൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രമേ അത് തടസ്സമായി നമ്മുടെ മുമ്പ് നിൽക്കുന്നത്. നമ്മൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ അതിലേക്ക് കയറും. അപ്പൊ നമ്മളുടെ ഒരു ഒരുക്കം അവിടെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, പല ആൾക്കാരും പ്രവചിച്ച പ്രവാചകനെ കുറ്റം പറയും, പാസ്റ്ററെ കുറ്റം പറയും, സഭ വിട്ടുപോകും, ഇതൊക്കെ ചെയ്യും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ. പക്ഷേ ഞാൻ പറയും, ആ കാര്യങ്ങൾ നടക്കാത്ത പാസ്റ്ററുടെ കുഴപ്പമല്ല, പ്രവാചകന്റെ കുഴപ്പമല്ല, നിന്നെ നടത്തുന്നവരുടെ കുഴപ്പമല്ല, കുഴപ്പം നിന്റെ തന്നെ. കാരണം വെച്ചാൽ ഞാൻ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടു. ഞാൻ എപ്പോഴും അതിന് എക്സാമ്പിളായിട്ട് പറയും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച അവിടുത്തെ വിജയ സിസ്റ്ററെ പറയാം, നാളെ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചാൽ വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. അത് വാങ്ങിക്കൊടുക്കണം. അവന് 18 വയസ്സ് തികയണം, അവൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, അവൻ റോഡിലൂടെ ഓടിക്കാൻ പ്രാപ്തനായെന്ന് തോന്നിയാൽ നിങ്ങൾ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ദൈവം നമ്മളുടെ നമ്മൾ അതിനു വേണ്ടി ഒരുക്കപ്പെട്ട് നമ്മുടെ കയ്യിലേക്ക് അത് നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയെന്ന് തോന്നിയാൽ ആ നിമിഷം നമ്മുടെ കരുത്തിലേക്ക് അത് എത്തും. അപ്പൊ നമ്മൾ എവിടെയൊക്കെയോ ഒരുക്കപ്പെടാനുള്ളത് കൊണ്ടാണ് പലതും നമ്മുടെ മുമ്പിൽ. ഞങ്ങളുടെ ഗീത സിസ്റ്റർ എപ്പോഴും എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, സിസ്റ്റർ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഇത് തടസ്സമായി നിൽക്കുന്നത്. തടസ്സമായി നിൽക്കുന്ന കാരണം എനിക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം ഞാൻ ചില സ്ഥലങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇത് എനിക്ക് മറ്റുള്ളവർ പറയാതെ എനിക്കായിരിക്കണം ആദ്യം തിരിച്ചറിയണം. എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം പല സ്ഥലത്തും ഞാൻ എത്തിയിട്ടില്ലായിരുന്നുള്ളത്. ഞാൻ എത്തിയ ആ നിമിഷം ദൈവം എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിലേക്ക് ദൈവം എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയാം. ദൈവത്തിന് ഞാൻ പറയാം ഒരു കാര്യം നിങ്ങളോട് എല്ലാവരും ഞാൻ പറയാം, ദൈവത്തിന് ഈ ഭൂമിയെ നമ്മളെ അനുഗ്രഹിക്കുന്നതല്ല ഏറ്റവും കൂടുതൽ ആവശ്യം. ദൈവത്തിന് അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദേവദാസന്റെ ഒരു കഥയല്ല, സ്വർഗത്തിൽ ഒരു കുഞ്ഞ് സ്വർഗത്തിൽ പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ പറഞ്ഞ് അവിടെ വഴക്കോ അടിയോ അങ്ങനെ കലഹങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ തർക്കങ്ങളോ ഒന്നുമില്ല. സ്വർഗത്തിൽ പോയതാണ്. സ്വർഗത്തിൽ കൊണ്ടൊരു കൊച്ചു പോയിട്ട് തിരിച്ചു പറഞ്ഞ കാര്യമാണ്. അത് വലിയവരല്ലാത്തോണ്ട് വിശ്വസിക്കാം. എന്നിട്ട് അവിടെ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കുറ്റം പറച്ചിലൊക്കെ പറയുമ്പം എന്താ സംഭവിക്കുന്നത്? യേശപ്പച്ചൻ നമ്മുടെ കിരീടത്തിരുന്ന് ഒരു പേളെടുത്തൊരു മുത്തെടുത്തിട്ട് നമ്മൾ ആരെക്കുറിച്ചോ കുറ്റം പറഞ്ഞെന്ന് വെച്ചാൽ അവന്റെ കിരീടത്തിലേക്ക് വെച്ചു കൊടുക്കും. ഞാനിപ്പോ വിജയ സിസ്റ്ററെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ എന്റെ കിരീടത്തിൽ നിന്ന് ഒരു മുത്തെടുക്കും, ആ വിജയ സിസ്റ്റർക്ക് വെച്ചു തരും. അപ്പൊ ഞാൻ കുറ്റം പറഞ്ഞ എന്റെ കിരീടത്തിൽ നിന്ന് ഒരു മുത്ത് പോകും. കുറ്റം ആരോപിതനാകുന്ന ആൾക്ക് ആ മുത്തൂടെ കിട്ടും. ഹല്ലേലൂയ. നമ്മൾ കുറ്റം പറയാണ്ട് വായ തുറക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, ഒരു മുത്ത് നഷ്ടപ്പെടും.
കിരീടത്തിൽ ഒരു മുത്ത് കുറഞ്ഞിട്ട് അവിടെ ചിലപ്പോ കിരീടത്തിൽ മുത്തേ ഇല്ലാതെ വാങ്ങാനായിട്ട് ഇടവരുത്. അതുകൊണ്ട് കുറ്റം പറച്ചിലൊക്കെ നിർത്തിക്കൊള്ളുക. ഹല്ലേലൂയ. ഇത് സംഭവിച്ച കാര്യമാണ് കേട്ടോ. ഒരു കുഞ്ഞ് യേശപ്പ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേനും സ്വർഗത്തിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും കൊച്ചു വന്ന് പറഞ്ഞ കാര്യം അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ആ സംഭവം മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പം ഇതിനകത്ത് ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് കുറ്റം പറയുക എന്ന് നമ്മൾ ആരെങ്കിലും കുറിച്ച് ഒരാളെ കുറിച്ച് കുറ്റം പറയാനായിട്ട് വായി തുറക്കുമ്പം നിന്റെ കിരീടത്തിൽ നിന്ന് ഒരു മുത്ത് പോയി. ഇതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞോളാം. ഹല്ലേലൂയ. മുത്ത് നഷ്ടപ്പെട്ട് അവിടെ ചില മുത്തില്ലാത്ത കിരീടം ഒന്നും വാങ്ങിച്ചു വെക്കാൻ ഇടയാക്കല്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവത്തോട് നമ്മുടെ നമുക്ക് എന്തൊക്കെ കുറവുകൾ പറ്റി, കുറവുകളില്ലാത്ത മനുഷ്യരില്ല, കുറവുകൾ പറ്റാത്ത ദൈവത്തിന് ആർക്കാ ആദ്യമായിട്ട് ഇരുന്നേ നമ്മളിലൊരു പാപം അല്ലെ നമ്മളിലൊരു വീഴ്ച വരുമെന്ന് ആദ്യമേ തിരിച്ചറിയുന്ന ആരാ? ദൈവത്തിനറിയാം. അതുകൊണ്ടാ പരിശുദ്ധാത്മാവിനെ നമുക്ക് നിർത്തി നമ്മളോട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഒതുക്കൊണ്ടേ ഇരിക്കുന്നതിന്റെ കാര്യം, മോനെ ആ വഴി പോവല്ലേ, ഈ ട്രാക്കിൽ പോവല്ലേ, ഇങ്ങനെ പോവല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ വീണു പോകാറുണ്ട്. പക്ഷെ ആ വീഴ്ചയിൽ നമ്മൾ അവിടെ ഇട്ട് ചവിട്ടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അതിൽ നിന്ന് പൊക്കിയെടുത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുക. എനിക്ക് എല്ലാത്തിനെക്കാട്ടി ഉപരി എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാനാണ് ഹല്ലേലൂയ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നത് തിരിച്ചറിയാൻ. നമുക്കൊരു കുഞ്ഞിനെ തന്നല്ലേ, ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, നമുക്കൊരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തന്ന നമ്മുടെ ഇഷ്ടത്തിന് വളർത്താൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ നമുക്ക് തന്നേക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വളർത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക തൽക്കാലത്തേക്ക്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചു തീർക്കാനുള്ളതല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹല്ലേലൂയ നമ്മുടെ മോൾഡ് ചെയ്ത് നമ്മൾ അതിനു വേണ്ടി സമർപ്പിച്ച് നമ്മൾ ആ ജീവിതത്തിലേക്ക് കയറുവാൻ അതിലൂടെ പോകാനുള്ളവരാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് എന്തെങ്കിലും 2024 അവസാന ശനിയാഴ്ച നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നെങ്കിൽ, കുറവുകൾ വന്നെങ്കിൽ ആ ദൈവസന്നിധി ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഹൃദയം തുറന്ന് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേലെല്ലാം ഞാൻ പറയും, ഇന്ന് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ആ ബേണിംഗ് ഫയർ നിങ്ങളുടെ മേൽ വീഴും. ആ ബേണിംഗ് ഫയർ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചാരമായിട്ടിരിക്കത്തില്ല, കത്തിക്കൊണ്ടേയിരിക്കും. ഇന്നലെ രാത്രി നമ്മുടെ ബിജിയഞ്ചൽ പാസ്റ്റർ ഹല്ലേലൂയ ഒമാനിൽ ബേൺസ് പാസ്റ്റർ ചർച്ചിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. ഈ ഒരാഴ്ചക്കാലം ഉണ്ട്. ഞാൻ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പൊ ന്യൂ ഇയർ സർവീസ് കഴിഞ്ഞപ്പോൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ യൂട്യൂബ് വെച്ച് കേട്ടപ്പോൾ അതിനകത്ത് പറയുന്നത്, ഇവിടെ ഇന്ന് ഇരിക്കുന്ന വിശ്വാസിൽ പലരും കരിയിലകളാണ്. കരിയില എന്താ പെട്ടെന്ന് കത്തും, ചെയ്യുമ്പോൾ ചാരമായി. നിങ്ങൾ കരിയിലാകാനല്ല ദൈവം വിളിച്ചത്, അല്ല നല്ല തീക്കനലാകാനാ. ഏത് കാറ്റ് വന്നാലും ഏത് അവസ്ഥയിൽ കെട്ടുപോകാതെ ഒരു ഫയർ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു ചെറിയ കാറ്റിരിക്കുമ്പോൾ ആളിക്കത്താൻ വേണ്ടി പാകത്തിലായിരിക്കുന്ന ഓരോ തീക്കട്ടകളായി ഇരിക്കാൻ വേണ്ടി, തീകഷ്ണങ്ങളായി ജ്വലിക്കുന്ന തീകഷ്ണങ്ങളായി കിടക്കാൻ വേണ്ടി ദൈവം നിങ്ങൾ വെച്ച് അങ്ങനെ ആയിരിക്കാനെ വിളിച്ച ആ തീകഷ്ണങ്ങൾക്ക് മാത്രമേ ആ ഒരു ചെറിയ കാറ്റിൽ കത്തുവാനും മറ്റുള്ളവരെ കത്തിക്കാനും. നമ്മൾ പണ്ടൊക്കെ അടുപ്പ കത്തിക്കുന്ന തീക്കനലുണ്ടെങ്കിൽ കൊണ്ടുവച്ചിട്ട് ഊതി അല്ലെങ്കിൽ കത്തിച്ചെടുക്കും. ഒരു കരിയില കത്തിച്ച് ചാരത്തിൽ കൊണ്ട് ഊതി കത്തിക്കാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. അപ്പൊ തീക്കനലിനെ മറ്റിനെ കത്തിക്കാനും പറ്റും. അപ്പൊ ഒരു തീക്കനൽ ആയി ജ്വലിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ദൈവസന്നിധിയിൽ ഒരു പൂർണ്ണ ഹൃദയത്തോട് ഒരു സമർപ്പണത്തോടൊക്കെ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥന നമ്മളിത് കഴിഞ്ഞിട്ട് അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമ്മുടെ ശനിയാഴ്ച പ്രയോഗം നമ്മുടെ അന്യഭാഷ പ്രാർത്ഥനയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ സമർപ്പിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ തീ ഇന്ന് വീണിരിക്കും. ഹല്ലേലൂയ. ആ തീയും പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം തരുന്ന ചില അസൈൻമെന്റ് ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. മറന്നു പോകില്ല നമ്മുടെ പ്രോമിസ് 2025 ഇത് ഇയർ ഓഫ് ഇൻക്രീസ്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയൊക്കെ ഞെരുക്കം അനുഭവിച്ച് എവിടെയൊക്കെ ഇടുങ്ങിയിരുന്നു അവിടെ എല്ലാം വിശാലമാകട്ടെ. നിങ്ങളുടെ സഭ വിശാലമാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഹല്ലേലൂയ എന്തൊക്കെ അതെല്ലാം വിശാലമാകട്ടെ. സാമ്പത്തികത്തിൽ നിങ്ങൾ വിശാലമാകട്ടെ. വിദ്യാഭ്യാസം നിങ്ങൾ വിശാലമാകട്ടെ. എന്തൊക്കെ മേഖലയാണോ നിങ്ങൾക്ക് അഭിവൃദ്ധി ശുശ്രൂഷയെ നിങ്ങൾ വിശാലമാകട്ടെ. ലോകത്തിന്റെ അറ്റത്തോളം നമ്മൾ കടന്നു ചെല്ലണമെന്ന് ദൈവം പറഞ്ഞത്. ആ ലോകത്തിന്റെ അറ്റത്തോളം നമ്മൾ കടന്നു പോകും. അതിനെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്. വിജയ സിസ്റ്റർ ഇനി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്ക് മടിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ അവിടെ ഇംഗ്ലീഷ് തന്നെ പ്രസംഗിച്ചോളാം. ട്രാൻസ്ലേഷൻ ഒന്നും വേണ്ട. അതുകൊണ്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. God bless you.